അപ്പുക്കുട്ട തൊപ്പിക്കാര എപ്പ കല്യാണം എന്ന പാട്ടും പാടിക്കൊണ്ട് നമ്മുടെ സ്വന്തം അപ്പുക്കുട്ട മാമൻ്റെ കടയിലോട്ട് ഇന്ന് നുഴഞ്ഞു കയറ്റമാണ് കേട്ടോ. എന്തായാലും ഞാൻ ഓടിപ്പോയിട്ട് പറഞ്ഞ്, അപ്പുക്കുട്ട മാമ എനിക്ക് നല്ലൊരു ചായ തരണേ എന്ന് കേട്ടോ. ചായക്കപ്പം വാഴയ്ക്കപ്പോ നമ്മുടെ എന്ത് പറയാനാണ് ഇലയപ്പമൊക്കെ കാണുമെന്നാണ് ഞാൻ പ്രതീക്ഷിച്ച് പോയത്. പക്ഷേ ഇന്ന് എൻ്റെ കഷ്ടകാലത്തിന് ഒന്നുമില്ല കേട്ടോ. മാമ വന്നപ്പോൾ താമസിച്ചെന്നാണ് പറയുന്നത്. പിന്നെ ഒരു ദിവസം ആയിക്കോട്ടെ, എന്തായാലും നല്ല അടുപ്പ് തൊട്ടൊരു സ്ട്രോങ് ചായ അടിക്കുകയാണ്. ഈ അടിക്കുന്നത് എനിക്കല്ല കേട്ടോ, ഈ അപ്പുക്കുട്ട മാമൻ്റെ കൂട്ടുകാരൻ തൊട്ട് അപ്പുറത്തിരിപ്പുണ്ട്. മാമന് വേണ്ടിയാണ്, ആ മാമൻ്റെ പേര് ഞാൻ പറഞ്ഞു തരാം. എന്തായാലും മാമന് വേണ്ടിയാണ് ഈ സ്ട്രോങ് ചായ അടിക്കുന്നത്. എന്നോട് പറഞ്ഞ് ഇത്തിരി അങ്ങോട്ട് കൊടുക്കാവോ എന്ന് ചോദിച്ച് ഞാനിതാ ചായ വാങ്ങി. നമ്മുടെ പ്രഭാകര മാമനാണ് ഇത് കേട്ടോ. അപ്പം പ്രഭാകര മാമന് ചായ കൊടുക്കുന്നുണ്ട്. വല്ല കടിയും വേണോ എന്ന് ചോദിച്ചപ്പോൾ ഒന്നും വേണ്ടെന്ന് പറയുക. എന്തായാലും ഞാനും ഒരു ചായ വാങ്ങിയിട്ടുണ്ട്. എനിക്ക് എന്തെങ്കിലും കടിയില്ലെങ്കിൽ പറ്റില്ല കേട്ടോ. അപ്പം ഞാനൊരു എന്ത് പറയാനാണ്, ഒരു ഏത്തപ്പഴം വാങ്ങി മിണുങ്ങയാണ്. സ്വന്തമായിട്ട് വിരളെങ്കിലും കടിച്ചെങ്കിലും ഒരു ചായ കുടിക്കും കേട്ടോ. അപ്പം ഞാൻ ചായ കുടിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് എനിക്കിട്ട് പണി തരാൻ രണ്ടുപേരും അവിടെ കിടന്ന് വിളിയോട് വിളി കേട്ടോ. എന്തായാലും ഞാനത് അങ്ങോട്ട് പോകാനായിട്ട് പെട്ടെന്ന് ചായ കുടിച്ച് തീർക്കട്ടെ കേട്ടോ. എവിടെയുണ്ട് ഞാൻ ചായ കുടിച്ചുകൊണ്ടിരുന്നപ്പം എൻ്റെ കുഞ്ഞാങ്ങളമാരെ വിളി കേട്ടപ്പോൾ ഒന്നും നോക്കിയില്ലെന്നേ. ഞാൻ അങ്ങോട്ട് പോവുകയാണ്. എന്താണ് ഇവിടെ എന്നുള്ളത് നോക്കിപ്പോയപ്പോഴാണ് ഇവന്മാരെ എനിക്കിട്ട് പണിയാനാണ് വിളിച്ചത്. പിന്നെ ആ കാര്യം മനസ്സിലായത്. ഒന്നാം തരം സോറി, അതൊക്കെ ഞാൻ ഡബ് ചെയ്ത് കേട്ടിക്കോളാം. കുറേ കോമഡി കൂടെ ഒക്കെ ആക്കി അല്ലേ നമ്മുടെ പ്രേക്ഷകരെ പറ്റിക്കാറൊക്കെ. ഇന്നും കൂടെ കണ്ടേ ഉള്ളൂ നിങ്ങൾ. ഈ തമിഴ്നാട് എവിടെ പോയി നിന്നിട്ട്, തമിഴ്നാട് 2 സ്ഥലങ്ങളുണ്ട് എല്ലായിടാ. അവിടെ ചെമ്പകപ്പാറ 6 കാണി. അതെ, അപ്പോൾ പിന്നെ എനിക്കിഷ്ടപ്പെട്ട എൻ്റെ അപ്പുക്കുട്ട മാമനോടും പ്രഭാകരൻ മാമനോടും യാത്ര പറഞ്ഞ് ഞാനിതാ ഇവിടെ നിന്ന് പോവുകയാണ്. ഇതിൻ്റെ ലൊക്കേഷൻ വരുന്നത് നമ്മുടെ തിരുവനന്തപുരം ജില്ലയിലെ കണ്ടംതിട്ട എന്ന് പറയുന്ന സ്ഥലത്താണ് കേട്ടോ. 15 വർഷം കൊണ്ട് അങ്കിൾ ഈ കട നടത്തുന്നതാണ്, വാടകയ്ക്കാണ്. ഇതുവഴി പോകുന്ന പ്രിയ സുഹൃത്തുക്കൾ ഈ കടയിൽ കയറി ഒരു ചായ കുടിക്കണം കേട്ടോ. പലഹാര ഐറ്റമൊക്കെ ഉണ്ട്, ഇന്നില്ലാത്തത് നോക്കണ്ട. നിങ്ങൾ വരുമ്പോൾ എന്തായാലും പലഹാര ഐറ്റമൊക്കെ കാണും. ഞാനുള്ളത് കൊണ്ടായിരിക്കും ഒന്നും ഇല്ലാത്തത്. എന്തായാലും ഞാൻ പുതിയ വിശേഷമായിട്ട് ഓടി വരാം.